ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കണ്ടാലോ? ഇതൊരു ഒഫീഷ്യൽ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഓഫീസിലെ ആനുവൽ ഡേ സെലിബ്രേഷന് എറണാകുളത്ത് പോകുന്ന ഒരു വീഡിയോ ആണിത്. കൊല്ലത്തുനിന്ന് എറണാകുളത്ത് വരെ പോകാനുള്ളത് കൊണ്ട് നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ റോഡിലെത്തിയപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ മഴയത്താണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്താറായപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി. അവിടുന്ന് ഞാൻ കഴിച്ചത് ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു കഴിച്ചിട്ടുള്ളത്. കൊളീഗ്സ് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് മനസ്സിന് ഭയങ്കരമായിട്ടൊരു റിലാക്സേഷൻ ഫീൽ ചെയ്തൊരു സംഭവമായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയം അല്ല, ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് പ്രോഗ്രാമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടാവാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രാവിലെ ചെന്നിട്ട് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. ശിവകുമാറാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ വിസിറ്റിംഗ് കാർഡിന്റെ ഡിസൈൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. Now the third position എത്തിയിരിക്കുന്നത് കൊടുമൺ ബ്രാഞ്ചിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ടീമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1,72 lakhs അവർ അച്ചീവ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. To receive the memento and the certificate. എല്ലാ വർഷവും സ്റ്റാഫിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. പാട്ട് പാടുന്നവരും ഡാൻസ് ചെയ്യുന്നവരും ഗ്രൂപ്പ് ഡാൻസ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരുണ്ടാവും. സ്റ്റാഫുകളുടെ കലാപരമായ കഴിവുകളെല്ലാം പുറത്തെടുക്കുന്ന ഒരു വേദിയും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം. നമ്മുടെ ഉള്ളിലെ കലാകാരന്മാരെ പുറത്തെടുക്കാൻ ഒരു വേദി എപ്പോഴും കിട്ടിയെന്ന് വരില്ല. ഇത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു വേദിയാണ്. അവാർഡ് ഡിസ്ട്രിബ്യൂഷനും സ്റ്റാഫിൻ്റെ കുറച്ച് പ്രോഗ്രാംസും ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാനായിട്ട് പോയി. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു, ബൊഫേ ആയിരുന്നു. പിന്നെ മെയിൻ പാർട്ട് വരുന്നത് ഡെസേർട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡെസേർട്ടാണ്. ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട് സലാഡായിരുന്നു. അത് കുറേ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം കൊച്ചിൻ വോയിസിൻ്റെ പ്രോഗ്രാമായിരുന്നു. വോയിസ് ഓഫ് കൊച്ചിൻ്റെ പ്രോഗ്രാം വളരെ നല്ലതായിരുന്നു. നല്ല സോങ്സ് ആയിരുന്നു, നല്ല സ്കിറ്റായിരുന്നു, നല്ല മിമിക്രീസ് ആയിരുന്നു. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. എന്നും ഓഫീസ്, വീട് ഓഫീസ് എന്ന് മാത്രം ആലോചിച്ചുകൊണ്ടും അവിടുത്തെ മാത്രം ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം വളരെ ഒരു റിലാക്സിങ്ങും വളരെ ഹാപ്പിനെസ്സും തരുന്ന ഒരു താരങ്ങളെ ഞാനിവിടെ ശബ്ദ സാന്നിധ്യത്തിലൂടെ ഇവിടെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സ് ഒക്കെ വരും. അപ്പോൾ അതിന് നിങ്ങളുടെ ശബ്ദ സാന്നിധ്യം തോന്നുകയാണെങ്കിൽ കൈയടിച്ച് സപ്പോർട്ട് ചെയ്താൽ കൂടെ ഉണ്ടാവണം. വളരെ നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത്രയും ദൂരം ഇങ്ങനെ എത്തേണ്ടതല്ലേ. തിരിച്ച് വന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു യാത്രയായിരുന്നു. നമ്മുടെ കൊളീഗ്സൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ഒരു ദിവസം നമുക്ക് ഇരിക്കാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഡിന്നർ കഴിക്കാനായിട്ട് ഈ ഒരു ഹോട്ടലിലാണ് കയറിയത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഇറങ്ങി. കുറച്ച് നേരം അവിടെ എല്ലാവരും ചില്ല് ചെയ്തിരുന്നു. കുറേ നേരം വണ്ടിയിൽ ഇരുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എല്ലാവരുമായിട്ട് ചില്ല് ചെയ്തൊക്കെ ഇരുന്നു. പിന്നെ ഹോട്ടലിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിരുന്നു. നല്ല ആംബിയൻസ് ഉള്ള നല്ലൊരു ഹോട്ടലായിരുന്നു. എല്ലാവരും നല്ല സേഫായിട്ടും ഇരിക്കാൻ പറ്റിയൊരു സംഭവമായിരുന്നു. പിന്നെ നമ്മൾ ഫുഡും കുഴിമന്തിയായിരുന്നു മേടിച്ചിട്ടുള്ളത്. അതും എല്ലാവരും കഴിച്ചു. എന്നും ഓഫീസിൻ്റെ ടെൻഷൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. ഇതിപ്പോൾ റിലാക്സ് ചെയ്ത് എല്ലാവരുമായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നത് വേറൊരു വൈബായിട്ട് തന്നെ തോന്നി. നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഇയർലി വൺസ് ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സെലിബ്രേഷൻസ് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ.